ആനന്ദാ ആനന്ദാ ഇങ്ങോട്ട് നോക്കി സത്യം പറ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാ ഞാൻ വന്നതെന്ന്. നിനക്ക് അങ്ങനെയാ കത്ത് വന്നതല്ലേ, എനിക്ക് ഇങ്ങനെയാ വന്നത്. കാശി അണ്ണന് കണ്ണൻ എഴുതുന്നത് വരുന്ന ബുധനാഴ്ച നമ്മുടെ ആനന്ദനും പുഷ്പവല്ലിയും തമ്മിൽ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ കുടുംബസമേതം വന്ന് നടത്തി തരണമെന്ന്. ഞാൻ പോവാ, അടുത്ത വണ്ടിക്ക് ഞാൻ പോവാ. എന്താ ഇത്, എല്ലാരും ചേർന്ന് നാടകം കളിക്കാ? ഇങ്ങോട്ട് നോക്ക്, നിന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആക്കേണ്ടത് എന്റെ ചുമതലയാ. വാ. ഇല്ല, നടക്കില്ല. ഷർട്ട് പ്രായത്തിന് മൂത്താണെന്ന് ഞാൻ നോക്കില്ല. നടക്കടാ. ഷർട്ട് ഇവിടെ എന്റെ സ്വഭാവം മാറും. നടക്കാൻ ഷർട്ട് വിടാൻ. കല്യാണം എന്ന് പറഞ്ഞാൽ പിള്ള കളിയാ. മിണ്ടരുത്. നിന്റെ മോൻ വന്നടി, എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. ഞാൻ പറഞ്ഞ പോലെ ചെയ്തു. ശക്തി, ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അടുത്ത വണ്ടിക്ക് തന്നെ ഞാൻ തിരിച്ചു പോകാൻ പോവാ. മതി മതി മതി. എന്തിനാ എല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് പൂ കെട്ടുന്നത്? ഇവിടെ ആരുടെയും കല്യാണം ഒന്നും ഇല്ല. എഴുന്നേക്ക്, എഴുന്നേറ്റ് പോ. ഞാനെന്താ ഇള്ള പിള്ളയാ? നിങ്ങൾ പറയുമ്പോഴേക്കും അങ്ങോട്ട് ഓടിച്ചെന്ന് കല്യാണം കഴിക്കാൻ? ആരാ ഈ കല്യാണത്തിന് വാക്ക്? ആദ്യം നീ പോയി പെണ്ണിനെ കാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വന്ന വഴിക്ക് എന്നെ തിരിച്ചു പോയി. സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ? അതോ ആർക്കെങ്കിലും എന്നെ വിറ്റതാണോ? പിന്നെ എന്തിനായിരുന്നു ഈ തിടുക്കം? എന്തിനാ എന്നെ പറ്റിച്ചുകൊണ്ട് ഈ കള്ള കല്യാണം? സ്വന്തം മോൻ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണോ? അതോ ഈ പെണ്ണിന്റെ കണ്ണും കാലും കയ്യും മൂക്കൊന്നും ഇല്ലേ? അവസാനായിട്ട് ചോദിക്കുക, നിന്റെ തീരുമാനം എന്താ? നിന്നോടാ ചോദിക്കുന്നേ, എന്തോന്നും മിണ്ടാത്ത? നിന്നോട് ചോദിക്കാതെ സമ്മതിച്ചു പോയി. എന്റെ തെറ്റ് തന്നെ. നിശ്ചയിച്ച കല്യാണം നിർത്തണ്ട. എൻ്റെ മകൻ വരും, അവൻ എൻ്റെ വാക്ക് നിഷേധിക്കില്ല എന്ന് കരുതി ഇപ്പൊ ഞാൻ തിരിച്ചുപോയി എല്ലാം നിർത്തിക്കൊള്ളാൻ പറയാം. എന്താ, നിനക്ക് തൃപ്തിയായോ? ഞാനിന്ന് ഷേവ് ചെയ്തിട്ട് പോലുമില്ല. ഞാൻ ചെയ്തുതരാം. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചോദിക്കുന്നത് സമ്മതിച്ചില്ലെങ്കിലും ഒന്നും മിണ്ടായിരിക്കേ. ശ്രീ സുന്ദരലിംഗത്തിൻ്റെയും ശ്രീമതി പാർവതി അമ്മയുടെയും മകനായ തമിഴ് സെൽവനും ശ്രീ സന്താനത്തിൻ്റെയും ശ്രീമതി ഇന്ദ്രാണിയുടെയും മകളായ മരതകവും തമ്മിൽ വിവാഹം നിശ്ചയിക്കപ്പെടുന്നതിൽ എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട്. ശ്രീ സുന്ദരലിംഗത്തിൻ്റെയും ശ്രീമതി പാർവതി അമ്മയുടെയും മകനായ ഞാൻ ശ്രീ സന്താനത്തിൻ്റെയും ശ്രീമതി ഇന്ദ്രാണിയുടെയും മകളായ മരതകം എന്ന പെൺകുട്ടിയെ ഇന്നു മുതൽ എൻ്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. ശ്രീ സന്താനം ഇന്ദ്രാണി മകളായ ഞാൻ ശ്രീ സുന്ദരലിംഗം ശ്രീമതി പാർവതിയമ്മ മകനായ ഇദ്ദേഹത്തെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നു. നവദമ്പതികൾ നവദമ്പതികൾ പുഷ്പ, ഞാനെന്ന് പറയട്ടെ? ഇങ്ങോട്ട് നോക്കാതെ എങ്ങനെയാ പറയുന്നത്? കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. ഈ കല്യാണം എങ്ങനെ നടന്നെന്നറിയോ? എങ്ങനെ? നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ലാതെ. നിനക്കോ? നിനക്കും ഇഷ്ടമല്ലാതെ? പറയ്. നാളെ പറയാം. നാളെ ഇവിടെ ഞാൻ നിന്നെ വിട്ടിട്ട് പോയാ? പോവില്ല. ഞാൻ പറയട്ടെ? പറ.
എന്നെ കൊണ്ട് മയങ്ങി അയ്യോ, ഈ മുഖം കണ്ടിട്ടാ ഞാൻ മയങ്ങി പോണേ. ശരിയാ, ഞാൻ മയങ്ങി എന്നുള്ള സത്യ. പക്ഷെ ആരോടും പറയണ്ട. എല്ലാരോടും ഞാൻ പറഞ്ഞു. അയ്യേ, ഞാൻ പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞല്ല. മനസ്സും വികാരങ്ങളും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവാണ്. കുട്ടിയെങ്കിൽ മടിയിൽ കിടത്ത്, ഭർത്താവെങ്കിൽ അരികിൽ വാ. എന്തിനാ കാല് പിടിക്കുന്നത്? അമ്മയാ പറഞ്ഞേ. ആണും പെണ്ണും സമമാണെന്ന് പറഞ്ഞില്ലേ അമ്മ? ഇപ്പൊ നീ എന്റെ കാലിൽ വീണ ഞാനും നിന്റെ കാലിൽ വീഴണം അല്ലേ? അതൊന്നും വേണ്ട. വേറെന്ത് പറയണം? കവിത പറയട്ടെ, ആദ്യരാത്രിയെക്കുറിച്ച്, അനുരാഗത്തെക്കുറിച്ച്. ഇനിയല്ല അങ്ങയുടെ ഇഷ്ടം. ഇല്ല പെണ്ണെ, നിന്റെ ഇഷ്ടമാണ് മുഖ്യം. നിന്റെ ആഗ്രഹവും ആസ്വാദനവുമാണ് മുഖ്യം. നിനക്കെന്നെ ഇഷ്ടമാണോ? എന്റെ ഈശ്വര, എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഈശ്വരനെ എന്തിനാ മണിയറയിലേക്ക് വിളിക്കുന്നേ? ശകുനം ശരിയല്ല. എന്താ ശരിയല്ലാത്തത്? ആദ്യ രാത്രിയില് എന്റെ സാരി. സാരി എന്തിനു പെണ്ണെ? നിന്റെ മേൽവസ്ത്രം കത്തിച്ചത് വിളക്ക് തിരിയല്ല, പ്രണയത്തീയാണ്. നിന്റെ ഭർത്താവിന്റെ അനുരാഗാഗ്നിയാണ് പെണ്ണെ. അത് മാത്രമല്ല, കുറച്ച് ബുദ്ധിയോടുള്ള പോലെ തോന്നുന്നു. ഉണ്ട്. വേറെന്താ ആഗ്രഹമുള്ള? നല്ലവനായിരിക്കണമെന്ന്. ഞാൻ നല്ലവനല്ലേ? എത്ര വലിയ ആളായാലും മാറ്റമേ ഉണ്ടാവരുത്. മാറിയാൽ തള്ളിവിടും ഞാൻ. എങ്ങനെ? ഗുഡ് മോർണിംഗ് സർ. എന്ത് പറ്റി? പോയി കാണാനുണ്ടാ, എല്ലാം കഴിഞ്ഞു. എന്ത് പറ്റി ചേട്ടാ? എല്ലാവർക്കും ട്രെയിൻ ടിക്കറ്റ് കൊടുത്തു. അക്കൗണ്ടിൽ ചെന്ന് കാണും, എന്തേ കിട്ടാനുള്ളത് വാങ്ങിച്ചോ. ചെല്ല്. അയ്യോ, എന്താ സ്വാമി? വൗച്ചറിൽ ഒപ്പിട്ട് ശമ്പളവും ടിക്കറ്റും വാങ്ങിച്ചോണ്ട് പോയിക്കോ. പടം നിന്നുപോയി. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. ദൈവം രക്ഷിക്കട്ടെ. ഒന്ന് വേഗാകട്ടെ. ഡയറക്ടർ സാർ, എല്ലാവരും പറയുന്നു പടം നിന്നു പോയെന്ന്. ശരിക്കും നിന്നോ? ആരുടെ കുഴപ്പം കൊണ്ടാ? എൻ്റെ ഞാൻ ശരിക്കും അഭിനയിക്കാത്തതുകൊണ്ട്? ഏയ്, അതുകൊണ്ടൊന്നല്ല. എന്തോ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടാ. അത് തീർന്നാ അറിയിക്കാമെന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ ആദ്യമായി നായകനായിട്ട് അഭിനയിക്കുന്ന പടം സാർ. ഇത് നിന്നുപോയാ പിന്നെ എനിക്കെല്ലാം നഷ്ടപ്പെട്ട മാതിരിയാ. പടം ഏകദേശം പാതിയായില്ലേ? ഇപ്പം നിർത്തിയല്ല എങ്ങനെ സാർ? സാർ, ഒരു കാര്യം ചെയ്യാം. എനിക്ക് പ്രതിഫലം വേണ്ട. ഇതുവരെ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുത്തേക്കാം ഞാൻ. എല്ലാവരോടും ഞാൻ തന്നെ പറഞ്ഞോളാം, പടം തീരുന്നതുവരെ ആർക്കും പ്രതിഫലമില്ലെന്ന്. പടം എങ്ങനെയെങ്കിലും തുടങ്ങും സാർ. അല്ലാതെ എന്താ ചെയ്യാൻ കഴിയാം നമുക്ക്? നീ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇനി പടം നടക്കില്ല. അതാണ് സത്യം. നിന്റെ ഈ അധ്വാനം നീ ഉപേക്ഷിക്കരുത്. അധ്വാനിക്കുന്നവന്റെ കഷ്ടം ഒരുപാട് നാൾ ഉണ്ടാവില്ല. എൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ സാറിന് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ രാശി ഇങ്ങനെ ആയിപ്പോയി. വേലു, വണ്ടി എടുക്ക് സാർ. എന്തൊക്കെയായാലും സാറിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഇന്നലെ വരെ ശ്രീ വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ സാമൂഹ്യ സംഘടനയായി പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനം ഇന്നു മുതൽ ഒരു മഹത്തായ രാഷ്ട്രീയ കക്ഷിയായി രൂപം പ്രാപിക്കുകയാണ്. ഈ കക്ഷി ഇന്നാട്ടിലെ പാവപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള പ്രയത്നങ്ങൾക്ക് പ്രതിജ്ഞാബദ്ധമാണ്. സെൽവം, സെൽവം, സെൽവം,
കുനിയാത്ത ശിരസും വളയാത്ത നട്ടെല്ലും എവിടെ? നമ്മുടെ പടം നിന്നുപോയി. ഞാൻ ആദ്യമായി ഹീറോ ആയിട്ട് അഭിനയിച്ച പടം, നീ സംഭാഷണം എഴുതിയ പടം നിന്നുപോയി. എല്ലാം അടച്ചു പൂട്ടിക്കെട്ടി. പടങ്ങൾ വരും പോകും, പണവും വരും പോകും. വിട്ടുകളാ. നീ ഞാനും ഒക്കെ അപ്പാടെ പുറത്തായി. ആനന്ദ, ഇവിടെ ഒരു പുതിയ ചരിത്രം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പുതിയ കക്ഷി, പുതിയ ലക്ഷ്യം, ഒരു പുതിയ പാത. ഇനം, ഭാഷ, സിദ്ധാന്തം, മുന്നേറ്റം. ഹ, ഞാൻ തൊഴിലിനെ കുറിച്ച് പറയുമ്പോ നീ എന്താ രാഷ്ട്രീയം പ്രസംഗിക്കാം? നിനക്ക് സിനിമയാണോ മുഖ്യം, രാഷ്ട്രീയമാണോ മുഖ്യം? നിനക്കെന്താ അച്ഛൻ, മാഷ്, ഗവൺമെന്റ് ശമ്പളം, പിള്ളേരെ പഠിപ്പിച്ചാൽ മാത്രം പോരെ? നിനക്കൊന്നും വീട്ടിൽ ശാപ്പാണ്ട് ബുദ്ധിമുട്ടില്ല. വീട്ടിൽ നിന്ന് മൂക്കത്ത് നിന്നിട്ട് രാഷ്ട്രീയം പറയാം. ഇട ചെറുപ്പത്തിൽ നീ എന്തെങ്കിലും പട്ടി കിടന്നിട്ടുണ്ടോ? സ്കൂളിൽ പോകാൻ ഗതിയില്ലാതെ നാടകത്തിൽ അഭിനയിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാനാവാതെ സ്വന്തം അമ്മ ചെരുപ്പിന് അടി വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ടോ? മനസ്സിനെ തട്ടി ഉണർത്തിയല്ലോടാ നീ പോടാ. ഒന്ന് ഞാൻ പറയാം, നീ എങ്ങാനും രാഷ്ട്രീയത്തിൽ വന്നാൽ എന്നെ വിഴുങ്ങിക്കളയും. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് വല്ല പട്ടാളത്തിലും പോയി ചേർന്നാലെന്ന് ആലോചിക്കുക. കിട്ടിയത് കൈയളവ്, കിട്ടാൻ പോകുന്നത് മനസ്സളവ്. ഏത് വേണം? ഇത് തമിഴ് സിനിമ, ഇത് തമിഴ്നാട് രാഷ്ട്രീയം. ഏത് വേണം? പറ. കുനിയാത്ത ശിരസും വളയാത്ത നട്ടെല്ലും എവിടെ? വെട്ടിത്തിളങ്ങുന്ന വാളെവിടെ? വാൾ പിടിക്കുന്ന ഭുജങ്ങൾ എവിടെ? യുദ്ധക്കളത്തിൽ ആരെയും പരാജയപ്പെടുത്തുന്ന ആത്മവീര്യം എവിടെ? എവിടെ?